നമുക്ക് സിറ്റുവേഷൻ തന്നെ തുടങ്ങാം. ഒരു 50 വർഷം പിന്നോട്ട് വന്നു. പിന്നോട്ട് വരുമ്പോഴും മുന്നോട്ട് വരുമ്പോഴും ഫസ്റ്റ് പിന്നോട്ട് പറയാ, സിറ്റുവേഷന്റെ കയ്യിൽ ഉണ്ടാവുന്ന കാർ ഏതാ? പിന്നോട്ട് വരുമ്പോഴും 50 വർഷം പിന്നോട്ട് വരുമ്പോ എന്തായിരിക്കും, ഏത് വാഹനം, കാർ എന്ന് പറയുന്നത് ഏത് വാഹനമായിരിക്കും? വാഹനങ്ങൾ നടരാജൻ. 50 വർഷം ഞാൻ നടന്നോളാം. എനിക്കതാണ് ഇഷ്ടം. 50 വർഷം മുന്നേ എനിക്ക് ഏതൊക്കെ കാറാണ് ഇറങ്ങിയേക്കണെന്നുള്ള എനിക്കറിയില്ല. ഞാൻ അത്ര വലിയ വാഹന ക്രൈസ് ഉള്ള ആളല്ല, കാർ ക്രൈസും അങ്ങനത്തെ ഉള്ള ആളല്ല. ഒരു സൈക്കിളൊക്കെ 50 വർഷത്തിന് ശേഷം എന്തൊക്കെ കാറുകളാണ് ഉണ്ടാവാൻ പോണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചിലപ്പോ ഫ്ലൈറ്റ് ഒക്കെ ആയിരിക്കും കയ്യിലിരിക്കുന്നത്, ചിലപ്പോ ചുമ്മാ പറന്നു പോകാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ പോകുന്നുണ്ടല്ലോ. ചുമ്മാ കേറി നിന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഇവിടുന്ന് ചിലപ്പോ പറയുമ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല മൂവി അതിനകത്ത്. ഒരു ഫ്ലാഷ് ഓഫ് സെക്കൻഡ് ഇവിടുന്ന് പോട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള പരിപാടിയൊക്കെ ആയിരിക്കും. 50 വർഷത്തിന് മുന്നേ എനിക്ക് പറയാനുള്ളത് പ്രീമിയർ പത്മിനി കാറ്. ആ സമയത്ത് 50 വർഷത്തിന് ശേഷം ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് പറയാൻ ഇപ്പൊ ലൈഫ് സ്പാൻ ഒക്കെ കൂട്ടാനുള്ള പരിപാടികൾ അല്ല. പക്ഷെ അവര് ചോദിച്ചത് അങ്ങനെ കിട്ടുവാണെങ്കിൽ വേണ്ട, കുറച്ച് നാളും കൂടി ചേർന്ന് ആയുസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലുള്ള ആൾക്കാരൊക്കെ കൂടെ വർക്ക് ചെയ്ത് ഇതേപോലെ ജില്ലായിട്ട് നിൽക്കുന്ന ഡയറക്ടറിനൊക്കെ കൂടെ വർക്ക് ചെയ്ത് പോകാൻ നല്ല രസമല്ലേ? അത് കേട്ടപ്പോ ഡയറക്ടറിന്റെ പേര് പറയുമ്പോഴേ എന്തോ ഈ ഡയറക്ടർ എങ്ങനെയായിരുന്നു? സെറ്റിലും ഇങ്ങനെ തന്നെ ആയിരുന്നു. കൃത്യമായിട്ട് പരിപാടികൾ. ഇതൊരു ഞാൻ പറഞ്ഞ ഇത് ടെക്നിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു മൂവിയാണ്. ഒരു ടൈം ലൂപ്പ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ചേഞ്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മിനിറ്റ് മുമ്പോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ സിറ്റുവേഷൻ തന്നെ മാറും. ചുറ്റുപാടുള്ള കാര്യങ്ങളും ഇതെല്ലാത്തിനും ചേഞ്ചസ് വരും. അപ്പം അതുകൊണ്ട് തന്നെ ടെക്നിക്കലി ഇത് പറഞ്ഞ കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഇദ്ദേഹം ഈ പറയുന്ന പോലെ ഏകദേശം എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഫിലിം ഫീൽഡിൽ. അസോസിയേറ്റ് ഡയറക്ടറായിട്ടും അസിസ്റ്റന്റ് ആയിട്ടൊക്കെ നിന്നതിൻ്റെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ഡയറക്ടർക്ക് ഏറ്റവും വേണ്ടുന്നൊരു കേപ്പബിലിറ്റി എനിക്ക് തോന്നിയത് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റിയാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റും ഒരുപാട് ക്രൂ മെമ്പേഴ്സ് ഇതെല്ലാവരും കൂടി ജോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവരെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വാളിറ്റി വേണം. ആ ക്വാളിറ്റി എന്തായാലും ഉല്ലാസമുണ്ട്. അതായത് ഇത്ര നാൾ നിന്നതിൻ്റെ 10 വർഷം നിന്നതിൻ്റെ എക്സ്പീരിയൻസ് ആണ്. സിനിമ നന്നായിട്ട് അറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് തന്നെ കുറേ കൺഫ്യൂഷൻസ് വരാറുണ്ട്. കാരണം പല ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഒരു സീക്വൻസിൽ ചിലപ്പോൾ ഷർട്ട് ഇൻ ചെയ്തിട്ടായിരിക്കും, ഒരു സീക്വൻസിൽ ഷർട്ട് പുറത്തായിരിക്കും. ഇപ്പം ഇതൊക്കെ എടുക്കുമ്പോഴും ഇത് നമ്മൾ അറ്റ് എ ടൈം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷൂട്ട് ചെയ്യുന്നത്, ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പല ദിവസങ്ങളിലാണ് ഷൂട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ ലൊക്കേഷൻ അവൈലബിലിറ്റി ഇതെല്ലാം നോക്കിയിട്ടാണല്ലോ. ഇതെല്ലാം ചിലപ്പോൾ ഇടയിൽ നിന്നുള്ള സീൻസ് ആദ്യം പോകും, അങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഓർഡറിലായിരിക്കില്ല. ഇതെല്ലാം എന്താ പറയുക, ബോധപൂർവം ഇതിനെല്ലാം ഒരു ഐഡിയ തലയിൽ ഉണ്ടാവണം, കറക്റ്റായിട്ട് നോക്കാനുള്ളത്. അതെന്തായാലും ഉല്ലാസനുണ്ട്.